നിന്റെ സങ്കടങ്ങൾക്കൊക്കെ ഒരു മറുവശമുണ്ടെന്നാണ്. ആ മറുവശം നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിന്റെ സങ്കടങ്ങളുടെ സമയത്ത് നിനക്കതൊരു വലിയ ആശ്വാസമായിരിക്കുന്നതാണ്. ശിഷ്യന്മാര് ഈശോയുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ സങ്കടത്തോടെ പറയണേ, ഞങ്ങൾ നിന്റെ കൂട്ടത്തിൽ പലതും ചെയ്തിട്ടുണ്ട്, നിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരാ ഞങ്ങള്, നീ ഞങ്ങളെ അറിയില്ലേ? ഈശോ തിരിച്ചു പറയണ മറുപടി, ഞാൻ നിങ്ങളെ അറിയില്ല എന്നുള്ളതാണ്. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ്. ഈ സങ്കടം പലരും പല സ്ഥലത്ത് വെച്ചും പല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കൂടെയുള്ളവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒക്കെ ജീവിച്ചിട്ട് ചെയ്തു കൊടുത്തിട്ട് അവസാനം അവർ നന്ദി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ സങ്കടങ്ങൾ അനുഭവിക്കാത്ത ആരാ ഉള്ളത്? അതിന്റെ ഒപ്പം ചേർത്ത് വെച്ചാൽ പറയണം, അതിനൊരു മറുവശം ഉണ്ടെന്നേ. ഞാൻ നിങ്ങളെ അറിയില്ലെന്ന് ഈശോ പറയുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, അത് എനിക്ക് ആവശ്യമുള്ളതല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലായിരുന്നു. നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ സ്നേഹവും നമ്മൾ ചെയ്തു കൊടുത്തതും ഒക്കെ ഒരാൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തതിലും എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് കൂടി തിരിച്ചറിയും. അങ്ങനെ ഒരു തിരുത്തൽ നമുക്കുണ്ടാവണം. ഈശോയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഈശോ പ്രവർത്തിക്കുന്നവരുണ്ട്. രണ്ടും തമ്മിൽ വളരെ കാതലായ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു മതത്തിൽ ജീവിക്കുന്നുവെന്നും ഒരു വിശ്വാസിയാവുന്നു, സഭാസ്നേഹിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അത് ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണോ എന്ന് നമ്മൾ പലപ്പോഴും പരിശോധിക്കാറ് പോലുമില്ല. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവട്ടെ. മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും മക്കൾക്ക് ആവശ്യമുള്ളതാണോ എന്നൊന്ന് പരിശോധിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. അങ്ങനെ ഒരു പരിശോധന ഉണ്ടായാലേ നമ്മുടെ സങ്കടങ്ങളുടെ മറുവശം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് സങ്കടങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ട് മാറും. തിരിച്ചറിയാൻ വരട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.